ഇന്നത്തം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എത്ര പെട്ടെന്നാലേ ഒരു പൊന്നോണം കൂടി വരവായത്. രാവിലെ തന്നെ നേരത്തെ എണീറ്റ് പൂക്കളിടാനുള്ള തയ്യാറെടുപ്പില്ല. അപ്പോൾ ഇതാ ഒരുപാട് പൂക്കൾ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടിയാണ് പൂക്കളിടുന്നത് കേട്ടോ. അപ്പോൾ പൂത്തലയൊക്കെ ഇന്നലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ചാണകമൊക്കെ തെളിച്ച്. പക്ഷെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു മഴയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ തുളസി വെച്ചു, മത്തൻ പൂവ്, പിന്നെ അതുപോലെ തന്നെ നീലശംഖുപുഷ്പം ഉണ്ടായിരുന്നു, തെച്ചി ഉണ്ടായിരുന്നു. എല്ലാം കൂടി വെച്ചിട്ടാണ് ഇന്ന് പൂക്കളിട്ടത്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല രസമായിരുന്നു. ഈ 10 ദിവസം കാത്തിരിക്കും. പെട്ടെന്നാണ് ദിവസങ്ങൾ പോവുക. പക്ഷേ ഈ സമയത്ത് ഭയങ്കര ടെൻഷനാണ്. ഓണപരീക്ഷയല്ലേ, അത് കഴിഞ്ഞിട്ട് പക്ഷേ സ്കൂൾ കൂട്ടാൻ 10 ദിവസത്തെ അവധിക്ക് വേണ്ടി നോക്കിയിരിക്കും. പിന്നെ സ്കൂളിൽ ഒരു പൂക്കള മത്സരം ഉണ്ടാവും. അന്നൊക്കെ ഇവിടെ മത്സരമാണ് ആരാ ഏറ്റവും കൂടുതൽ പൂക്കൾ കളക്ട് ചെയ്ത് ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓണം, വിരുന്ന് പോവുക, കസിൻസിനെ കാണാം. അങ്ങനെ ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര നല്ല ഓർമ്മകളാണ്. സോ ഇങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വലിയൊരു പൂക്കളം തന്നെ ഇട്ടിട്ടുണ്ട്. മഴ പെയ്തിട്ട് നമ്മളെ പൂത്തലയൊക്കെ അത്ര അങ്ങ് റെഡി ആയിട്ടില്ല. ഇതിൻ്റെ ലാസ്റ്റ് ഡേ ബാക്കി വന്ന പൂവുകൊണ്ട് അത്തം എന്നും എഴുതിയിട്ടുണ്ട്.